നിയമം എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ ലൈസൻസ് നമ്മൾ എടുക്കണം എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അത് ശരിക്കും അനധികൃതമാണ്. അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു അഡ്രസ്സും ഇല്ല. പ്രശ്നം ഗുരുതരമാണെങ്കിൽ ഈ പറഞ്ഞ ലൈസൻസ് കളയാനായിട്ട് നമ്മൾ MSME വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം വരെ ലൈസൻസ്. ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ബിസിനസ്, ഈ ഫുഡ് റിലേറ്റഡ് ചെയ്ത് ഒരുപാട് ബിസിനസ് കൊച്ചിയിൽ നടക്കും നമുക്കറിയാം. ഇപ്പോൾ ക്ലൗഡ് കിച്ചൺ, തട്ടുകട തുടങ്ങി 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങി ക്ലൗഡ് കിച്ചൺ വരെയുള്ള ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ആ ലൈസൻസിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഈ പറഞ്ഞ MSME ആണെങ്കിൽ 10 ലക്ഷത്തിൽ താഴെയുള്ള 10 കോടി മൂലധനത്തിൽ താഴെയുള്ള സംരംഭമാണെങ്കിൽ ഈ പറഞ്ഞ MSME വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം വരെ ലൈസൻസ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ പോവാം. ഈ പറഞ്ഞ തട്ടുകടകളാണെങ്കിൽ അവർ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള രജിസ്ട്രേഷനൊന്നും എടുക്കാണ്ടാണ് പല തട്ടുകടകളും പ്രവർത്തിക്കുന്നത്. അത് ശരിക്കും അനധികൃതമാണ്. അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു അഡ്രസ്സും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുന്ന ഒരു നിയന്ത്രണങ്ങളും ഇല്ല. അപ്പോൾ അത് കഴിക്കുന്നവർ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കഴിക്കണം. അവിടെ പോയി കഴിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പം അങ്ങനെ ഒരു FSSAI രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ പുറത്ത് തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ രജിസ്ട്രേഷനുള്ള തട്ടുകടകളും ഇല്ലാതെ ശരിക്കും അങ്ങനെ ഒരു നിയമമുണ്ട്? അവരുടെ സർട്ടിഫിക്കറ്റ് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന നിയമമുണ്ട്. ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ബില്ലിംഗ് കൗണ്ടറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അവർക്ക് അവരുടെ ലൈസൻസിയുടെ പേരും ആ ലൈസൻസ് നമ്പറും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? അത് പ്രദർശിപ്പിക്കുന്ന നിയമമുണ്ട്. തട്ടുകടകൾക്കും ഉണ്ട്. എല്ലാ കടകൾക്കും നിയമം എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ ലൈസൻസ് നമ്മൾ എടുക്കണം എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. നമ്മൾ ആ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. കാരണം ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇൻസ്പെക്ഷൻ നടത്താം. ലൈസൻസ് ഇല്ലെങ്കിൽ അവർക്ക് നമ്മളോട് അടച്ചു പൂട്ടാൻ പറയാം, നമുക്കെതിരെ ആക്ഷൻ എടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ ട്രേഡ് ലൈസൻസ് ഉള്ളൊരു ബിസിനസ്സിൽ ആസ് എ കസ്റ്റമർ എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഈ കസ്റ്റമറിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും? അതായത് ഇപ്പോൾ കസ്റ്റമർക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസ് ഏതെങ്കിലും ഇൻഷുറൻസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ സംരംഭകനെതിരെ ക്രിമിനൽ നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു അനുമതിയോടുകൂടി ഒരു പ്രൊസീജിയറിലൂടെ ചെയ്തൊരു ബിസിനസ്സാണ്. അപ്പോൾ അവനെതിരെ ക്രിമിനൽ നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റും. നമ്മുടെ സർവീസ് ഡെഫിഷ്യൻസി അനുസരിച്ച് സർവീസ് ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ നിന്ന് നമുക്ക് കോമ്പൻസേഷൻ സ്വീകരിക്കാൻ പറ്റും. അതുപോലെ ഈ പറഞ്ഞ പ്രശ്നം ഗുരുതരമാണെങ്കിൽ ഈ പറഞ്ഞ ലൈസൻസ് കളയാനായിട്ട് നമുക്ക് പറ്റും. ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അയാൾക്കെതിരെ ക്രിമിനൽ നടപടികളൊന്നും എടുക്കാൻ സാധിക്കും. അപ്പോൾ കസ്റ്റമറിനാണെങ്കിലും സേഫ് ഈ ഇത്തരം ലൈസൻസുള്ള ബിസിനസ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. അതെ, ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് പാലിച്ചിട്ടാണ് അവർ ആ സംരംഭം നടത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യപത്രം. അപ്പോൾ അത് നമുക്കൊരു ഗ്യാരണ്ടിയാണ്. നമ്മുടെ സർക്കാർ നമുക്ക് തരുന്നൊരു ഗ്യാരണ്ടിയാണ്. അവരിടയ്ക്ക് വന്ന് കാലാകാലങ്ങളിൽ വന്ന് പരിശോധിക്കും. ആ പരിശോധനയിൽ അവർ പാസ്സായിട്ടാണ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അവർക്ക് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൃത്തിയും വെടിപ്പും ഉള്ള സ്ഥലങ്ങൾക്കാണ് അങ്ങനെ ലൈസൻസ് ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിനും ആ ഒരു ഗുണനിലവാരം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ ട്രേഡ് ലൈസൻസിന്റെ കാലാവധി എങ്ങനെയാണ്? ഓരോ ബിസിനസിനും മാർച്ച് 31 മുതൽ ഏപ്രിൽ 31 വരെയാണ് ഓരോ വർഷവും. ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് എത്ര ദിവസം മുമ്പ് അല്ലെങ്കിൽ എത്ര നാൾ മുമ്പ് നമുക്ക് ഇത് പുതുക്കാൻ സാധിക്കും? നമുക്ക് പുതുക്കാനായിട്ട് നടപടികൾ ഈ പറഞ്ഞ പോലെ വലിയ നടപടികളൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണതാണെങ്കിൽ ആ ഒരു പ്രൊസീജിയറിലൂടെ മാസം ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ മാർച്ച് മാസം ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ മാർച്ച് മാസം തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പുതുക്കി കിട്ടും. ഓൺലൈനാണ് ഇപ്പോൾ എല്ലാം പുതുക്കൽ. ഓൺലൈനിലും K-Swift വഴി അത് പുതുക്കാൻ പറ്റും.
അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ്സുകൾ നടത്താൻ ട്രേഡ് ലൈസൻസ് ആവശ്യമാണോ, അല്ലെങ്കിൽ എന്ത് ലൈസൻസ് ഒക്കെയാണ് വേണ്ടത്? ഓൺലൈൻ ബിസിനസ് നടത്താനായിട്ട് ശരിക്കും ഒരു GST മതി. നമ്മൾ ലൈസൻസ് ഒരിക്കലും നിർബന്ധമല്ല. ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ നടപടിയിലേക്ക് പോകാണ്ടിരിക്കാനാണ് നമുക്കെപ്പോഴും ഒരു ലൈസൻസ് ആവശ്യം. ഇപ്പോൾ നമ്മൾ ആമസോണിൽ ബിസിനസ് നടത്തുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. അപ്പോൾ നമുക്കവിടെ GST ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. അപ്പോൾ ആമസോണിൽ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ GST അതിൻ്റെ എടുത്തേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതുമാത്രമേ അവിടെ പ്രധാനമായിട്ട് ആവശ്യം വരുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അവിടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ടാണ് വിൽക്കണമെങ്കിൽ ആ പ്രൊഡക്ഷന് നമ്മൾ സെപ്പറേറ്റ് ലൈസൻസ് എടുക്കണം. ഈ പറഞ്ഞ സാധാരണ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ, ഡ്രസ്സുകൾ, ഇതൊക്കെയാണ് കൂടുതലും ഓൺലൈനിൽ. അതിന് ഈ പറഞ്ഞ GST തന്നെ ധാരാളമാണ്. പക്ഷെ അത് ഉണ്ടാക്കണ സംഭവത്തിലാണെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് സെപ്പറേറ്റ് ലൈസൻസ് വേണം. അപ്പോൾ ഒരു വ്യക്തിക്ക് എത്ര ട്രേഡ് ലൈസൻസുകൾ കൈവശം വെക്കാൻ സാധിക്കും? ഇല്ല, അങ്ങനെ ഒരു പരിമിതിയൊന്നുമില്ല. വ്യക്തികൾക്കോ കമ്പനികൾക്കോ ഫേമുകൾക്കോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾക്കോ നമുക്ക് എത്ര ലൈസൻസ് വേണമെങ്കിലും നമുക്കെടുക്കാം. അതിനൊരു പ്രത്യേകിച്ചൊരു എണ്ണമൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിലാണെങ്കിൽ ഫേമിൻ്റെ പേരിലെടുക്കാം, വ്യക്തിപരമായിട്ടും എടുക്കാം. അതിനൊരു എണ്ണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. ഈ ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും ഒരാൾ ബിസിനസ് തുടരാമെന്നിരിക്കട്ടെ, അപ്പോൾ ആ സംരംഭകൻ നേരിടാൻ പോകുന്ന നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ലൈസൻസ് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലൈസൻസ് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലൈസൻസ് ഇല്ലാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന അതേ എഫക്റ്റ് തന്നെയാണ്. ലൈസൻസ് എടുക്കാതെ ചെയ്യുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ക്രിമിനൽ നടപടികൾ കൂടി നമ്മൾ നേരിടേണ്ടി വരും. ലൈസൻസ് പുതുക്കാത്തത് എന്തെങ്കിലും ഇളവ് കിട്ടിയാൽ കിട്ടി. ഇപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല അങ്ങനെ ഇളവ് കൊടുക്കണം എന്നുള്ളത്. ലൈസൻസ് എടുക്കാൻ എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, എടുക്കാതിരിക്കാൻ എന്തെങ്കിലും പുതുക്കാതിരിക്കാൻ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ട്. കോടതി വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ടൊരു നിയമപ്രകാരം ഒരു ആനുകൂല്യം കിട്ടില്ല. ഇപ്പോൾ ഒരാളുടെ പേരിലുള്ള ട്രേഡ് ലൈസൻസ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അതിന് ഈ പറഞ്ഞ പോലെ പുതിയ ലൈസൻസ് അപ്ലൈ ചെയ്യണ പോലെ തന്നെ അപേക്ഷ കൊടുക്കുക. നമ്മുടെ ഈ പറഞ്ഞ വിൽപ്പന കരാർ, ഇപ്പോൾ കടയാണെങ്കിൽ കട വിൽപ്പന കരാർ പുതിയ ആളുടെ പേരിലേക്കാക്കി എന്നുള്ള ആ കരാറും പുതിയ രീതിയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ കാലതാമസം എല്ലാം ഇത് സെയിം ആയിരിക്കും. അതെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നുപോലെ തന്നെ ലൈസൻസ് ഉള്ള പോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ഓൾറെഡി ഉള്ള ലൈസൻസ് ആണെങ്കിൽ, ആ കാലാവധിയുള്ള ലൈസൻസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആ സമയം എന്തായാലും നമുക്ക് ബിസിനസ് ചെയ്യണതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അതിന് എന്ത് ചിലവ് വരും? ഈ പറഞ്ഞ 2019 മുതലുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ചിലവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ K-Swift വഴി ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ ചിലവേ ഉള്ളൂ. അതായത് 0.1% ആണ് ചിലവ്. നമ്മൾ മൂലധനം എത്രയാണോ അതിൻ്റെ 0.1% ആണ് അതിൻ്റെ ഫീസായിട്ട് വരുന്നത്. പിന്നെ FSSAയ്ക്ക് ആണെങ്കിൽ 100 രൂപയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. പൊല്യൂഷൻ ആണെങ്കിലും ഈ പറഞ്ഞ 100 രൂപ ആണ് അതിൻ്റെ ഫീസ്. ഈ FSSAI എടുക്കുന്നതിനുള്ള പ്രൊസീജിയർ എന്താണ്? നമ്മൾ തുടങ്ങുന്ന ഇത് തന്നെ FSSAI ഓൺലൈൻ രജിസ്ട്രേഷനാണ്. അതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പ്രിസ്ക്രൈബ് ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ എന്താണോ ഫുഡ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എങ്ങനെയാണ്, അവിടെ FSSAI വഴി പാലിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ വേസ്റ്റ് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം എങ്ങനെയാണ്. ഇപ്പോൾ ഒരു അറവുശാലയാണെങ്കിൽ അതിൻ്റെ മാലിന്യം ഒഴുകി പോകാനുള്ള ചാലുകൾ, ആ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സംസ്കരിക്കാനുള്ള, ഇപ്പോൾ റോഡത്തിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സംസ്കരിക്കാനുള്ള സംസ്കരണ പ്ലാന്റുകളുണ്ടോ എന്നെല്ലാം, അതിനുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ജലലഭ്യത എങ്ങനെയാണ് എന്നെല്ലാം വ്യക്തമായ പ്ലാൻ, അതിനുള്ള പ്ലാൻ കാണിച്ചിട്ട് വേണം അതിനുള്ള ലൈസൻസ് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഈ വീട് പ്ലാൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതുപോലുള്ള പ്ലാനുകൾ വരച്ചു കൊടുക്കും. അപ്പോൾ ആ പ്ലാനും അതിൻ്റെ ഫോർമാറ്റിലുള്ള പ്രിസ്ക്രൈബ് ഫോർമാറ്റ് ഫില്ല് ചെയ്ത ഫോർമാറ്റും ആപ്ലിക്കേഷനാണ് അതിനാവശ്യം. അഡ്വക്കേറ്റ്, ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്കിടയിലും ഒരുപാട് ബിസിനസ് ഐഡിയ ഉള്ള ആളുകളുണ്ടാവും. പക്ഷെ അവർ പിന്മാറാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിൻ്റെ ലൈസൻസിങ് കാര്യങ്ങളെല്ലാം ഓർത്തിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരോട് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്?
ഇപ്പോൾ നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നിയമനിർമ്മാണങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ കിട്ടും. നമുക്കിപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു ഉപദേശം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ബിസിനസ്സും അതിൻ്റേതായ സ്വഭാവത്തിനനുസരിച്ച് സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജനറലായിട്ടൊരു ഉപദേശം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ അവർ വേണ്ട ഉപദേശങ്ങൾ തരാൻ അവർ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിനുശേഷം നമ്മൾ 3 വർഷത്തെ ആ ഒരു ടൈം പീരീഡ് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, നമ്മളതിൽ പ്രാപ്തരാണോ എന്നുള്ളത് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് മുന്നോട്ട് വേണ്ട നടപടികളെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. നമുക്ക് ഓൺലൈൻ വഴി തന്നെ നമുക്ക് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി തന്നെ അതിന് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സംരംഭകൻ ആരാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കൃത്യമായ സഹായം ചെയ്യാൻ പറ്റും. അക്ഷയയിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അക്ഷയയിലാണ് ചെന്ന് കഴിഞ്ഞാലാണ് അവർക്ക് എല്ലാ സഹായവും കിട്ടും. അതെ. പിന്നെ ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഒരു ഉദ്യം രജിസ്ട്രേഷൻ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്യം രജിസ്ട്രേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളൊന്നും വരാനില്ല. പക്ഷേ നമ്മളൊരു സംരംഭം തുടങ്ങി ഉദ്യം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കാരുകളുടെ പല ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കും. ഇപ്പം അത് കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി ഒരു പ്രൊജക്റ്റാണ്. അത് നമ്മളതിൽ ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്താൽ അവിടെ സർക്കാർ നിർദ്ദേശിക്കുന്ന ആനുകൂല്യങ്ങൾ പല പദ്ധതികളിലൂടെ നമുക്ക് ഓരോ MSMEകൾക്കും കിട്ടേണ്ട പദ്ധതികളിൽ ഉൾപ്പെടുത്തി നമുക്ക് വേണ്ട ബെനിഫിറ്റ്സ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ഉദ്യം രജിസ്ട്രേഷൻ, അതും ഈ പറഞ്ഞ നിസ്സാര പ്രൊസീജിയറേ ഉള്ളൂ. അക്ഷയ വഴി ചെയ്യാം, അല്ലെങ്കിൽ ഉദ്യം എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ നമുക്ക് നേരിട്ടും ചെയ്യാവുന്നതാണ്. ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് ഇത്തരം ലൈസൻസുകൾ ഒരു സംരംഭത്തെ എത്രത്തോളം സഹായിക്കും? അതെ, നമ്മുടെ ഒരു സംരംഭം തുടങ്ങി ആ സംരംഭം സർക്കാരിൻ്റെ രേഖകളിൽ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് സർക്കാർ പ്രഖ്യാപിക്കുന്ന ലൈസൻസുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ലൈസൻസുകളില്ല എങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ലൈസൻസിന് വേണ്ടി വരുന്ന ചെറിയ ഓട്ടം അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചിലവുകൾ അതൊരിക്കലും ഒരു നഷ്ടമായിട്ടൊരിക്കലും കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചാൽ മാത്രമാണ് ഒരു നാടിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം നിയമത്തിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടം തന്നെയാണ്. നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പ്രത്യാഘാതം ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നമുക്ക് കിട്ടേണ്ട പല ബെനിഫിറ്റ്സുകളും നമുക്ക് കിട്ടാതിരിക്കാം. അപ്പോൾ കൂടുതലും ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനോട് ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കണം. ഒരു സിസ്റ്റത്തിൻ്റെ ഒപ്പം പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സംരംഭകൻ ഒരു ട്രേഡ് ലൈസൻസിന് അപ്ലൈ ചെയ്തു, അത് അതോറിറ്റിയുടെ അടുത്ത് നിന്ന് റിജക്ഷൻ ആയാൽ ആ സംരംഭകൻ്റെ അടുത്ത ഒരു നടപടി എന്തായിരിക്കണം? അതായത് റിജക്ഷനുള്ള റീസൺ എന്താണെന്ന് ആദ്യം പരിശോധിക്കണം. നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ക്യൂർ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക. അതല്ല, അതൊരു അൺറീസണബിൾ ആയിട്ടുള്ള റിജക്ഷൻ ആണെങ്കിൽ നമുക്കതിന് അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പലേറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പരിഗണിക്കപ്പെടും. അവിടുന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടതികളെ സമീപിച്ച് റിട്ട് പെറ്റീഷനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളുമുണ്ട്. പക്ഷെ പലരും ഇതിൽ നിന്ന് പിൻവാങ്ങാനുള്ളൊരു കാരണം ഇതിൻ്റെ ഒരു കാലതാമസമാണ്. അപ്പോൾ ഈ ട്രേഡ് ലൈസൻസുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാലതാമസം എത്രത്തോളം ആയിരിക്കും? ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ സംവിധാനം ആയതുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ ലൈസൻസ് തരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രൊസീജിയർ. അതല്ല, വലിയ പ്രൊജക്റ്റുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ കാലതാമസം വരുവാണെങ്കിൽ അതിന് കോടതികൾ വഴി തന്നെയാണ്, റിട്ട് പെറ്റീഷനാണ് നമുക്ക് ഏറ്റവും ബെനിഫിറ്റായിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വിവരാവകാശം വഴി ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നത്, അല്ലെങ്കിൽ അതിന് എന്ത് നടപടി എടുത്തു എന്ന് വിവരാവകാശം വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും മറുപടിയും പറയാൻ ബാധ്യസ്ഥനാണ്. ഒരിക്കലും അത് അവർക്ക് പെൻഡിങ്ങിൽ വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ മറുപടിയിൽ നമ്മൾ തൃപ്തനല്ല എങ്കിൽ ആ മറുപടി വെച്ചുകൊണ്ട് നമുക്കതിന് ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളിൽ പോകാം. അങ്ങനെയുള്ള പല ഉപകാരപ്രദമായിട്ടുള്ള നിയമങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊഴിൽ സമരങ്ങൾ കൊണ്ട് സംരംഭങ്ങൾ പൂട്ടിപ്പോയ
കഥകൾ കൊണ്ടും ഫേമസ് ആണ്. അപ്പോൾ ശരിക്കും തൊഴിൽ നിയമങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണോ അത് സംഭവിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ വ്യക്തമായ തൊഴിൽ നിയമങ്ങളുണ്ട്. പക്ഷേ പലതും നടപ്പിലാക്കപ്പെടുന്നില്ല. അത് സംരംഭകരും നടപ്പിലാക്കുന്നില്ല, തൊഴിലാളികളും അത് കൃത്യമായിട്ട് അതിൻ്റെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നിയമത്തിന് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങി അവിടെ 10 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ലേബർ ലൈസൻസ് എടുക്കണം. ലേബർ ഓഫീസിൽ പോയി നമ്മൾ ഇത്ര പേര് നമ്മുടെ സംരംഭത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് വേണ്ട ലൈസൻസ് നമ്മൾ എടുക്കണം. അവർക്ക് വേണ്ട ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. നമ്മൾ അവർക്ക് എന്തൊക്കെ ജോലിയാണ് അവിടെ ഉള്ളത്, പലർക്കും പല ടൈപ്പ് ജോലിയായിരിക്കും, അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട രജിസ്റ്റർ, നമ്മൾ സാലറി കൊടുക്കുന്നത് എങ്ങനെയാണ്, ചെക്കായിട്ടാണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ, എങ്ങനെയാണ് സാലറി കൊടുക്കുന്നത്, അതിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അറ്റൻഡൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അവരെത്ര ദിവസം പണിയെടുത്തു എന്നുള്ളതെല്ലാം കീപ്പ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ലേബർ ഓഫീസിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്ഷൻ കമ്പനിയിൽ നമ്മുടെ സംരംഭം നടത്തുന്ന സ്ഥലത്തേക്ക് വരാം. അവർ ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ രജിസ്റ്ററുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിഴ ഈടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ തൊഴിലാളികൾ ഇങ്ങനെ വേണ്ട രീതിയിലുള്ള രജിസ്ട്രേഷനൊക്കെ ഉള്ള തൊഴിലാളികൾ അനാവശ്യമായി ലീവ് എടുത്താൽ അല്ലെങ്കിൽ അനാവശ്യമായി സമരം ചെയ്താൽ അവരെ പിരിച്ചുവിടാനും നിയമമുണ്ട്. അതായത് ഒരു സമരം ചെയ്യണമെങ്കിൽ അതിന് മുൻകൂറായിട്ട് നോട്ടീസ് തരണം. ഇപ്പോൾ തൊഴിലാളി സംഘടനയാണെങ്കിലും രജിസ്റ്റേർഡ് തൊഴിലാളി സംഘടനയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദ്യം ആവശ്യങ്ങൾ എന്താണെന്ന് പേപ്പറിൽ എഴുതി സംരംഭകന് കൊടുക്കണം. അതിൽ സംരംഭകൻ ചർച്ച നടത്തണം. ആ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാലാണ് സമരം ചെയ്യാനായിട്ട് ഒരു തൊഴിലാളിക്ക് അവകാശമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രൊസീജിയറുകളെല്ലാം പാലിക്കാതെ ഒരു തൊഴിലാളി സമരം ചെയ്യുകയാണെങ്കിൽ ആ സമരം നിയമപരമല്ല. അതുകൊണ്ട് തന്നെ ആ തൊഴിലാളിക്കെതിരെ നടപടിയെടുക്കാനും നിയമ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 10 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ ഒരു തൊഴിലാളി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പലർക്കും ഇതറിയില്ല. പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ ഇതുപോലെ 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവർ കൈമീശി ഇറങ്ങി പോരാണ് പതിവ്. അപ്പോൾ ഇതിനെക്കുറിച്ച് തൊഴിലാളികൾക്കും അറിയില്ല, മുതലാളികൾക്കും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 5 വർഷത്തിൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഗ്രാറ്റുവിറ്റി നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. അപ്പോൾ അവർ പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്കത് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ പിരിഞ്ഞു പോയി, അയാൾ പെട്ടെന്നൊരു ഭീമമായിട്ടൊരു തുക, ചിലപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടാവും ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും സംരംഭകനും അതിനെപ്പറ്റി ബുദ്ധിമുട്ടാവും. പക്ഷേ നിയമപരമായിട്ട് സംരംഭം കൊടുക്കേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ നടപടികൾ സംരംഭകന് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു നിയമത്തിൻ്റെ അജ്ഞത തന്നെയാണ് ഇതിലെ പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഇതുപോലുള്ള എക്സ്പേർട്ടുകളെ, ഇതിനു മുമ്പ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന എക്സ്പേർട്ടുകളെ അവരുടെ ഉപദേശങ്ങൾ തേടുക, നിയമവിദഗ്ധൻ്റെ സഹായം തേടുക. അതെല്ലാം അതിന് വേണ്ടി വരുന്ന ചിലവുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ തൊഴിലിടങ്ങളിൽ തൊഴിലാളിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് മുതലാളിയാണ് അതിൻ്റെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടത്, ആ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ തൊഴിലാളി ഉറപ്പായിട്ടും മുതലാളി ഉറപ്പായിട്ടും ഈ തൊഴിലാളിക്ക് ഇൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അത് ഏറ്റെടുക്കും. പക്ഷേ അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടില്ല എങ്കിൽ അത് മുതലാളിയാണത് വഹിക്കേണ്ടി വരിക. അപ്പോൾ എന്തായാലും കമ്പനിക്ക് നഷ്ടം വരും. അത് ആശുപത്രി ചെലവ് മാത്രമല്ല, അവന് പിന്നീട് വരുന്ന കോമ്പൻസേഷനും ഒരു വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പ്രേക്ഷകർക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് ലൈസൻസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഈ ലോ പോയിന്റിൻ്റെ എപ്പിസോഡ് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നന്ദി നമ്മുടെ മൈഫിൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ വിലയേറിയ സമയം നമുക്ക് തന്നതിന്. താങ്ക് യു.